തീർച്ചയായിട്ടും ഈ FCRA ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ പുതുക്കി നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലോ ഒക്കെ ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ള വിദേശ നിക്ഷേപം അത് പൂർണ്ണമായിട്ടും ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭേദഗതിയൊക്കെയാണ് ഈ ബില്ലിൽ ഉള്ളത്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അവരുടെ പരിഗണന വരുന്നത്. പ്രധാനമായിട്ടും ന്യൂനപക്ഷങ്ങളെ ഈ രാജ്യത്ത് വരുതിക്ക് നിർത്തുക, അതിനെ BJPയോട് അടുപ്പിക്കുക, അതിനുവേണ്ടി അവരെ ഞെരുക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ലേ? അത് തീർച്ചയായും ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ വരുതിയിൽ നിർത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അടവായിട്ട് നമുക്ക് ഈ ഒരു ബില്ലിനെ കാണേണ്ടിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ ഈ സ്വത്തുവകകളെല്ലാം സർക്കാരിലേക്ക് വന്നു ചേരും എന്നുള്ളത് വലിയ ആശങ്കയാണ് ഉണർത്തുന്നത്. പ്രത്യേകിച്ച് ഈ ലൈസൻസ് നൽകാൻ അധികാരപ്പെട്ടത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ സർക്കാരിന് ഏത് കാരണം പറഞ്ഞു വേണമെങ്കിലും ഈ ലൈസൻസ് ഏത് സമയവും റദ്ദാക്കാൻ സർക്കാരിൽ അധികാരം ലഭിക്കുകയും അത് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടാനുമുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള ആക്രമണം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ FCRA ഭേദഗതി ബില്ലിലൂടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമോ എന്നൊരു ആശങ്ക ഈ സംഘടനകൾക്കുണ്ട്. പ്രത്യേകിച്ച് അവരെ വരുതിയിലാക്കാൻ, അവരെ നിശബ്ദമാക്കാനൊക്കെ ഈ FCRA ഭേദഗതി ബില്ല് ഉപയോഗിക്കുമോ എന്നൊരു ആശങ്കയുണ്ട്. കാരണം രാജ്യത്തെമ്പാടും ഈ ന്യൂനപക്ഷങ്ങളുടെ കീഴിൽ ഒരുപാട് സന്നദ്ധ സേവന സംഘടനകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇതിനെല്ലാം വിദേശ സംഭാവനകൾ വളരെ നല്ല രീതിയിൽ ഈ സംഘടനകൾക്ക് സഹായകമാണ്. എന്നാൽ ഇതെല്ലാം നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരുമ്പോൾ അത് അവരുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായിട്ട് ബാധിക്കും. ഈ FCRA ലൈസൻസ് ഏത് സമയവും റദ്ദാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാവുകയും അത് ഏത് തരത്തിൽ വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ ഈ സ്വത്തുവകകൾ FCRA ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ സ്വാഭാവികമായും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലേക്ക് സ്വത്തുവകകൾ വരും എന്നുള്ളൊരു വ്യവസ്ഥ അത് വളരെ ആശങ്കയോടെയാണ് സഭ കാണുന്നത്. ഈ സർക്കാരിൽ കൂടുതൽ അധികാരങ്ങൾ നിക്ഷിപ്തമാകുന്നതും വളരെ ആശങ്കയോടെയാണ് സംഘടനകൾ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ FCRA ഭേദഗതി ബില്ല് നിലവിൽ വരിക എന്ന് പറയുന്നത് വലിയ ആശങ്കയാണ് ക്രൈസ്തവ സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വർഷകാല സമ്മേളനത്തിൽ ഈ പ്രതിഷേധമെല്ലാം സഭയിൽ വരും. ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് നേരത്തെ പറഞ്ഞ ചട്ടങ്ങളിൽ നിന്ന് പിന്മാറിക്കൊണ്ടാണ് സഭയിൽ ബില്ല് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല എങ്കിൽ നേരത്തെ ഉള്ള ബില്ല് അതേപടിയാണ് അവതരിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായും പ്രതിഷേധം അത് ഉയരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി ഫെമിന, താങ്ക് യു.